അപ്പോൾ നമ്മൾ ഈ വഖഫിനെ കുറിച്ച് പിന്നെയും ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ വേറൊരു കാര്യം, ഈ ലീഗിൻ്റെ റോൾ എന്താണ് ഇതിൽ? ലീഗ് ഇത് പ്രസ്താവനകൾ സാർ ശ്രദ്ധിച്ചേർന്നോ? ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർ നടത്തിയ പ്രസ്താവന, നേരത്തെ നടത്തിയ പ്രസ്താവനകൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ ഓരോ ദിവസവും പ്രസ്താവന മാറ്റല്ലേ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ പത്രക്കാരോട് ഓരോ സ്ഥലത്ത് വെച്ചും ഓരോന്നാ പറയുന്നത്. ആദ്യം പറഞ്ഞു വഖഫ് ആണെന്ന് പറഞ്ഞു, പിന്നെ വഖഫ് അല്ല എന്ന് പറഞ്ഞു, പിന്നെ വഖഫ് ആണെന്നും അല്ലെന്നും പറയാതെ പറഞ്ഞു അവർ കുടിയൊഴിപ്പിക്കപ്പെടില്ല ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു അത് വഖഫിന്റെ ആണെങ്കിൽ വഖഫിന്റേതാണ്, അതല്ലാതാവില്ലല്ലോ എന്ന് പറയുന്നു. ഈ ലീഗിന്റെ കളി ശരിക്കും അറിയണമെങ്കിൽ ഇത് ഇവർക്ക് ആദ്യമായിട്ട് ഈ പ്രോപ്പർട്ടി വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് ഡിക്ലെയർ ചെയ്യുന്നത് 2019. ഈ 2014 തൊട്ട് 19 വരെ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്, പാലക്കാട്. റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹമാണ് 2019 മുനമ്പത്തിന്റെ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. കൽപ്പന എന്നുള്ള വാക്കാണ്, ഇറ്റ്സ് ആൻ ഓർഡർ, ഡിക്രി. അതിനകത്താണ് പറയുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, അത് പിടിച്ചെടുക്കണം, കുടിയൊഴിപ്പിക്കണം, പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്നത്, ഉത്തരവിടുന്നത് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. എങ്ങനെ ലീഗിന് പറയാൻ പറ്റും? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം അവർ പറയുമ്പോൾ ഇതിൻ്റെ ആ ഭരണഘടന പ്രകാരമുള്ള മനുഷ്യാവകാശങ്ങളെ ഇവർ ചിന്തിക്കുന്നില്ല. ലീഗിൻ്റെ കാര്യം മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി നമ്മൾ എടുക്കുമ്പോൾ, കാരണം ഇപ്പോൾ അവിടെയുള്ള കുടുംബങ്ങൾ ഫറൂഖ് കോളേജിൽ നിന്ന് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഭൂമി, തീരാധാരം ചെയ്ത ഭൂമി, അവിടെ നിന്ന് ഒരു കൂട്ടം ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന് ഇവർ പറയുന്നു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പലസ്തീനിലേക്ക് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഹമാസിൻ്റെയും മറ്റ് ഹിസ്ബുള്ളയുടെയൊക്കെ ഒരു ആക്രമണത്തിൽ ഇവിടെ ഇരുന്ന ആളുകൾ എന്താ വിലപിക്കുന്നത്, അവരെ അപ്പൊ അത് വെച്ച് ഇത് ചിന്തിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? ഈ വഖഫ് മന്ത്രി, കേരളത്തിലൊരു വഖഫ് മന്ത്രിയുണ്ട്, അബ്ദുറഹ്മാൻ എന്ന പേര്. ഈ അബ്ദുറഹ്മാന്റെ പേര് പറയുന്നില്ല. ചാനലുകളിൽ ഇരുന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് വേദന തോന്നിയ വഖഫ് മന്ത്രി. ഈ വഖഫ് മന്ത്രി ആരാന്ന് ഇവിടുത്തെ സാറിന് അറിയോ? ശ്രീ അബ്ദുൾ റഹ്മാൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് കേരളത്തിന്റെ വഖഫ് മന്ത്രി. അദ്ദേഹം ഇന്ന് വരെ ഈ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല. 2022 അദ്ദേഹം നിയമസഭയിൽ നടന്ന പ്രസ്താവന വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് അതിന്റെ ഉള്ളിൽ വായിച്ച് പുറത്തു പോകില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്തായാലും പുറത്തുണ്ട്. അപ്പൊ അദ്ദേഹം ഇതുവരെ ഇവിടെ ചെന്ന് ഈ വിഷയത്തിൽ നടപടിക്കോ, ഈ കാര്യത്തിൽ എന്തെങ്കിലും ജനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് പറയുകയോ? അദ്ദേഹം സത്യത്തിൽ മുൻപത്ത് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം വൺ ഓഫ് ദി ആതങ്കവാദിയാ, നല്ലൊരു തീവ്രവാദിയാ അദ്ദേഹം. അത് പറയുന്നതിന് ഒരു മടിയില്ല. കാരണം നമുക്കറിയാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലിപ്പം അതെങ്ങനെ അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. KSMDFC, മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എങ്ങനെ കൊണ്ടു നടക്കുന്നത് നമുക്കറിയാം. പക്ക 100% വർഗീയമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട്, ഒരു ഡിപ്പാർട്ട്മെന്റായിട്ട് കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ കൊണ്ടുപോയി നശിപ്പിച്ചു. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കടക്കം അതിനകത്ത് പങ്കുണ്ട്. കാരണം നമ്മൾ ക്രൈസ്തവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ആദ്യം അദ്ദേഹം ഏറ്റെടുത്തിട്ട് ആരും അറിയാതെ ഒരു പാതിരാത്രിക്ക് അങ്ങ് എഴുതിയും കൊടുത്തു ഈ ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ കൈവശം വെച്ചിരിക്കുക. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നില്ല. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ നിലപാട്, ലീഗിന്റെ നിലപാട് ഇനി പോട്ടെ. ഇതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ SDPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, വായിച്ചു കാണുമല്ലോ. ഞങ്ങൾ കായികമായി നേരിട്ടിട്ടാണേലും ഇതെന്താ അഫ്ഗാനിസ്ഥാനാണെന്നാണോ പുള്ളി വിചാരിച്ചിരിക്കുന്നത്? അത് ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് അവർ മാറുന്നു. അതുപോലെ ഹിസ്ബുള്ളയും മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇവിടെയുള്ള ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ എല്ലാ ദിവസവും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇസ്രായേൽ അവിടെ വംശഹത്യ നടത്തുകയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. SDPയുടെ ഈ പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കായികമായി നേരിടുമെന്നുള്ളത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇസ്രായേൽ അവിടെ നടത്തുന്നത് വംശ ഹത്യയാണെന്ന് പറഞ്ഞിട്ട്
ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിലൊന്നും ചെയ്യുന്ന ഇവർ കാണുന്നില്ല. സാർ കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത ഹിന്ദുവിലൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. സ്ത്രീകൾക്ക് അല്ലാഹു അക്ബർ എന്ന് പോലും ഉറക്കെ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞോളൂ. അല്ല, അതിലും ഭീകരമായ അവസ്ഥയാണ് അഫ്ഗാനിലും എവിടെയാണ് ഇറാനിലും സിറിയയിലും ലിബിയയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഇസ്ലാമിലെ ജനങ്ങൾക്കൊരു സ്വാതന്ത്ര്യം, ഒരു നമ്മൾ എന്തൊരു വോട്ടെടുപ്പിന്റെ കാര്യം പറയുമല്ലോ, അങ്ങനെ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ എനിക്കൊന്നും അവിടെ 90% ആളുകളും ഇസ്ലാം വിട്ടുപോകും. കാരണം അത്രമാത്രം ദുരിതം അനുഭവിക്കും ഈ ഭീകരന്മാരെ കൊണ്ട്. ഇവരുടെ സെക്ഷൽ സ്ലേവുകളല്ലാതെ പെണ്ണുങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇറാനിലൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇറാനിൽ മാറുന്നുണ്ട്, സൗദി പോലും മാറിയില്ല. സൗദിയും ഇറാനും ഒക്കെ വലിയ രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത്. ജനം അത് ആഗ്രഹിക്കുന്നു. ഈ കാടന്മാരുടെ കയ്യിൽ നിന്ന് ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? ആ ഒരു കിതാബ, ആ ഒരു പുസ്തകം, ഈ വഖഫിന്റെ അടിസ്ഥാനം പോലും ആ സാധന. അതെ, ശരീഅത്ത് നിയമമാണ്. ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനികൾ പറയാണ് ഞങ്ങളുടെ ബൈബിൾ അനുസരിച്ചിട്ടാണ് ആ കുന്നുകൾ ഞങ്ങളുടെ, ഈ കുന്നുകൾ ഞങ്ങളുടെ. ബൈബിളിനകത്ത് ഇന്ത്യയെ പറ്റി പരാമർശം, എന്നാൽ ഇന്ത്യ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്ന് പറഞ്ഞ പോലെ ഈ ടീമുകൾ പറയണം. എന്നിട്ട് പറയാണ് ഞങ്ങൾ കായികമായി നേരിടും. ഇവരുടെ വിചാരം എന്താ? ഈ കേരളത്തിലെ പോലീസിനെയും ഭരിക്കുന്ന സർക്കാരുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും കയ്യിലെടുത്തിട്ട് ഇവിടുത്തെ ജനങ്ങളെ പുറത്താക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നാണോ? ഇവിടുത്തെ ജനങ്ങൾ അതിലും നല്ല കരുത്തുള്ളമാരാ. ഈ കാടിനോടും മണ്ണിനോടും മലയോടും പോരാടി വിജയിച്ച പാരമ്പര്യമുള്ള കേരളത്തിലെ ജനങ്ങൾ. ഇന്ത്യ എടുത്തോ, ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും അതുപോലെ തന്നെ ഈ ഖിലാഫത്ത് ടീമുകളുടെയൊക്കെ അടിമത്ത ഭരണത്തിൽ നിന്ന് അതിനെ നേരിട്ട് സ്വാതന്ത്ര്യം നേടിയെടുത്ത ടീമുകളാണ്. ഇവരെ നേരിടാൻ ആയുധമൊന്നും വേണ്ട. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ല. എന്നിട്ട് ഇങ്ങനെ നടത്തുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് അതിനെ ഒന്ന് വിമർശിച്ചോ? ഇല്ല. അതിനൊന്ന് തള്ളി പറഞ്ഞു. ഇത് മാത്രം പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നു. ഒരു കാര്യം പറയുന്നുണ്ട്, സാധാരണക്കാരെ ഞങ്ങൾ കുടിയൊഴിപ്പിക്കത്തില്ല, അവരെ കൈവിടത്തില്ലെന്ന് പറയുന്നു. കുടിയൊഴിപ്പിക്കില്ല, തന്നെ ഇറങ്ങിപ്പോക്കോളൂ. ഇപ്പൊ കേന്ദ്രം പറയുന്നുണ്ട് ESI വിഷയത്തിൽ, ESI വിഷയം ഉണ്ടല്ലോ മലയോര മേഖലകളിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, ഞങ്ങൾ ആരും കുടിയിറക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കേന്ദ്രമന്ത്രി കേരളത്തിൽ പറയുന്നത് കേട്ടു, ഞങ്ങൾ ആരെയും കുടിയിറക്കുകയല്ല, പക്ഷേ തന്നെ ഇറങ്ങിക്കോളും. കാരണം ആനയായി, പന്നിയായി, കടുവയായി, പുലിയായി, മൃഗങ്ങളായി, നിയമങ്ങളായി ജനത്തിന് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ ജനം തന്നെ കുടിയിറങ്ങും. ഇപ്പോൾ തീരദേശത്തെ പ്രശ്നം, തീരദേശ ജനതയ്ക്കും മുനമ്പൻ ജനതയ്ക്ക് ഇത് മാത്രമല്ല ഒരു ദുരന്തമായിട്ട് നിൽക്കുന്നത്. തീരദേശ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇവരൊക്കെ പെടുത്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങളും തീരദേശമൊക്കെ ഈ തീരദേശ നിയമത്തിനകത്ത് വന്ന് പെട്ടുകിടക്കുക. അവർ ഓട്ടോമാറ്റിക്കലി പതുക്കെ അവിടുന്ന് തള്ളി പുറത്താക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെയും ആവശ്യമാണ്. അപ്പൊ ഞങ്ങൾ കുടിയൊഴിപ്പിക്കാറേ, ഞങ്ങൾ ആരെ ഇറക്കി വിടുകയല്ല, തന്നെ പൊക്കോളും. ഇപ്പോൾ വിഴിഞ്ഞം വന്നു കഴിഞ്ഞപ്പം, വിഴിഞ്ഞം പ്രോജക്റ്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയതുറ തൊട്ട് ഇങ്ങ് മുതലപ്പുഴി വരെയുള്ളയിടത്തെ തീരദേശത്തെ 5-6 നേര വീടുകളും ജനങ്ങളും കുടിയൊഴിഞ്ഞ പോലെ തന്നെ പൊക്കോളും. ഞങ്ങളാരെയും കൂടി ഒഴിപ്പിച്ചില്ലല്ലോ. തന്നെ പോവുക എന്നുള്ളൊരു നിലപാട് കൂടി ഇതിലുണ്ട്, അജണ്ട ഇതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇസ്ലാമിന്റെ അജണ്ട വളരെ കൃത്യമാണ്. അവർക്ക് ശരീഅത്ത് നിയമത്തിലൂടെ ഇസ്ലാമിക സ്റ്റേറ്റാക്കി മാറ്റുക, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അല്ല, ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ജനപ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, CPIഎമ്മിൻ്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും അജണ്ടകളുണ്ട്, അത് കൃത്യമാണ്. അപ്പോൾ തന്നെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര് ഇവർ കാണുന്നില്ല എന്നുള്ളത് നമ്മളെ കുറച്ചൊക്കെ വൈകാരികമായി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മതം അവിടെ നിൽക്കട്ടെ, ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് കൃത്യമായിട്ടും, അല്ലേ? എന്ന് പറഞ്ഞാൽ എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. ഈ ഹമാസിന് വേണ്ടി കരയുന്നവർ, അതുപോലെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കിയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഈ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. ഇവർ ഇതിനു വേണ്ടി പറയുന്നുണ്ട്, ഇതിനു വേണ്ടി കരയുന്നുണ്ട്, എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോ ഇവിടുത്തെ ജനപ്രതിനിധികളോ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, അവരങ്ങനെ പറയുന്നില്ല. അവരൊരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വാക്താക്കളായി നിൽക്കുന്നത് പേടിക്കുന്നത് കൊണ്ടല്ലേ? നമുക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പേടിക്കുന്നില്ലേ? പേടിയല്ല, ഇവർക്ക് ഈ അധികാരം വിട്ടൊഴിയാനുള്ള ആ ഒരു സാധനമുള്ള ആർത്തി. അല്ല, അധികാരം വിട്ടൊഴിക്കുമെന്നുള്ള പേടിയുണ്ട്. കാരണം ഇപ്പൊ കേരളത്തില് ഈ അസംബ്ലി സംയുക്തമായിട്ട് പ്രസ്താവന പാസ്സാക്കിക്കുന്ന 2-3 കേസുകളിലാണ്. അതിലൊന്നും മദനിയുടെ മോചനം,
അതിനെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയത്. ഇതാ ഇപ്പോൾ കണ്ടില്ല, ഇതിന് വഖഫിനകത്ത് അമെൻമെന്റിനെ എതിർത്തുകൊണ്ട് സംയുക്തമായിട്ട് 3 എണ്ണവും വേറെ ഞാൻ മനസ്സിലുണ്ട്, അത് വരുന്നില്ല, അതും മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 എണ്ണവും മുസ്ലിം ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം. അത് 3 എണ്ണവും തീവ്രവാദത്തരമാണ്. ഈ പി ജയരാജന്റെ പുസ്തകം വായിച്ചായിരുന്നു? ഞാൻ വായിച്ചില്ല, കയ്യിലേക്ക് കിട്ടിയില്ല. പി ജയരാജന്റെ പുസ്തകത്തിൽ ഈ വഖഫിനെ കുറിച്ച് പറയുന്നുണ്ട്. വഖഫിന്റെ ഭൂമിയൊക്കെ തിരിച്ചെടുത്ത് കൊടുക്കും എന്ന് മാത്രമല്ല, ഈ മുനമ്പത്തെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഭൂമി തിരിച്ച് പിടിച്ച് കൊടുക്കും, അത് അവകാശമാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത് കൃത്യമായിട്ട്. വഖഫിന് കൊടുക്കുമെന്ന്. അപ്പൊ ഇവരുടെ രാഷ്ട്രീയം നമുക്ക് പി ജയരാജൻ മദനിയുടെ കാര്യവും നമ്മുടെ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ചൊക്കെ കുറച്ച് കാര്യമായിട്ട് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഇതുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതാണല്ലോ അബ്ദുൾ റഹ്മാൻ മന്ത്രിസഭയിലും പറയുന്നതാണല്ലോ, അത് തന്നെയാണ് അസംബ്ലിയിലും പറയുന്നത്. അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് അത് ഇവരുടെ ഇടത് വലത് ഭേദമില്ലാതെ മുഴുവൻ അജണ്ടയാണ്. അത് ഇവർ ഒരുമിച്ച് പാസ്സാക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കും. നമ്മൾ കാണേണ്ട ഒരു വലിയൊരു വേദനാജനകമായ കാര്യം, ഈ ഇത്രയും ഒരു കാടൻ നിയമം, അതും പക്ക 100% മതനിയമം, 100% മതനിയമം. ആ മതനിയമത്തിന്റെ പേരിൽ ഒരു ജനത ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോൾ ആ ജനതയുടെ പക്ഷം ചേരാതെ ആ നിയമത്തെ എങ്ങനെയെങ്കിലും അതിന്റെ കാടിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന നീക്കത്തിനെതിരെ സംയുക്തമായിട്ട് ഇവർ പ്രമേയം പാസാക്കി എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ജനതയോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയാണ്. അതിനകത്ത് ക്രൈസ്തവ നാമധാരികളായ, ഇപ്പം മുൻപത്തെ ഭൂരിപക്ഷം ജനതയും ക്രൈസ്തവ ജനതയാണ്, ക്രൈസ്തവ നാമധാരികളായ MLA-മാരും ചെന്ന് പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായി. കഴിഞ്ഞ ദിവസം മുൻപത്തെ ഒരു ചേച്ചി ചോദിക്കുന്നത് കേട്ടു, ആ സമയത്തൊന്നുമില്ല, മൂത്രം ഒഴിക്കാനെങ്കിലും ഇവർക്ക് എഴുന്നേറ്റ് പോയിക്കൂടായിരുന്നു, അങ്ങനെയെങ്കിലും ഒന്ന് ആബ്സെന്റ് ആകാമായിരുന്നല്ലോ. എനിക്കൊന്ന് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വോട്ടെടുപ്പിന്റെ സമയത്ത് പ്രമേയം പാസ്സാകുന്ന സമയത്ത് അങ്ങനെയെങ്കിലും മാറി നിൽക്കാമായിരുന്നല്ലോ. അതുപോലും ചെയ്യാതെ കൃത്യമായ അജണ്ടയാണ്. തീർച്ചയായിട്ടും ഒരു ചമ്മലും ഇല്ലാതെ ഇടതും വലതും കേരള കോൺഗ്രസും എല്ലാം അടക്കമുള്ളവർ കൈപൊക്കി. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് പറഞ്ഞത് കൂടെ നിൽക്കുമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് 95-ലും 2013-ലും കൈപൊക്കിയ ടീമുകളാണ് ഇന്ന് അവിടെ പോയി ഞങ്ങൾ കൂടെ സമരം ചെയ്യുന്നത്. സമരക്കാരുടെ കൂടെ ഞങ്ങൾ ശരിയാക്കി തരാന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഇവരുടെ പൊളിറ്റിക്സ് തിരിച്ചറിയാൻ നമ്മൾ പരാജയപ്പെടുന്നിടത്താണ് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത്. ജസ്റ്റിൻ ബ്രദറെ, ഇതിൽ നമുക്ക് ഈ ഭരണഘടന ഭേദഗതി വരുമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എത്രമാത്രം ആശ്രയിക്കാനായിട്ട് പറ്റും? അത് നമുക്ക് അനുകൂലമായിട്ട് എന്ത് ഭരണഘടന ഭേദഗതി ഇവർ പറയുന്നത്? ഇവരിപ്പോ ചെയ്യുന്നത് ഈ ആക്ട് ഭേദഗതിയാണ്. ഈ ആക്ട് ഭേദഗതിയാണ് അവർ ചെയ്യുന്നത്. ആക്ട് അത് രണ്ടും എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് രണ്ടും ഇരിപ്പുണ്ട്. അതായത് അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പ്രൊവിഷൻസും ഉണ്ട്, പഴയ ആക്ടും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതല്ലാതെ എന്ത് അമെൻമെന്റ് വരുന്നത്? അങ്ങനെ അമെൻമെന്റ് വരുത്താൻ ഈ ആക്ട് പറിച്ചു കളഞ്ഞാൽ പോരെ, എന്നിട്ട് പുതിയൊരു ആക്ട് കൊണ്ടുവരുക. പിന്നെയും ഭേദഗതി വരുത്തേണ്ട ആവശ്യമില്ല, നിയമം അങ്ങ് മാറ്റിക്കളയാം. ഇപ്പൊ ചില നന്മകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓണർഷിപ്പുള്ള വ്യക്തിക്കേ പറ്റൂ. ഓണർഷിപ്പുള്ള വ്യക്തി ഡീഡിലൂടെ വ്യക്തവുമായി പറഞ്ഞ് ഡീഡിലൂടെ പറ്റൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി കളക്ടർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമെൻമെന്റിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ ഓൾറെഡി വഖഫായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ആ പ്രൊവിഷൻ എന്തേ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഭൂമിയുടെ മേലെ ഇല്ലാത്തത്? അത് വലിയൊരു ചോദ്യമാണ്. ചർച്ച ചെയ്യേണ്ട ഒരു ചോദ്യം. ആ പ്രൊവിഷൻ എന്തേ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലില്ലാത്തത്? വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ തിരിച്ചു പിടിക്കണം, അത് കളക്ടറുടെ നേതൃത്വത്തിൽ തിരിച്ചു പിടിക്കണം. അത് അങ്ങോട്ട് പോരുവാണ്. ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ ഒന്നും അവകാശം ഉന്നയിക്കാൻ പറ്റില്ല വഖഫായിട്ട്. സാധാരണക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു ജനം വിശ്വസിക്കുന്ന ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികൾ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അത് ഗവൺമെന്റിന്റെ തന്നെയായിട്ട് അത് തിരിച്ചു പിടിക്കേണ്ടതായിട്ടും ഗവൺമെന്റ് കാണുന്നു. സാധാരണക്കാരന്റെ ഭൂമിക്ക് വിലയില്ല, അവരുടെ കണ്ണുനീരിന് വിലയില്ല, അവരുടെ വോട്ടിന് മാത്രം. സിജോ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം മുനമ്പം വിഷയമാണല്ലോ നമ്മുടെ ചർച്ച. അതിന്റെ കൂടെ ഇപ്പൊ കേരളത്തിൽ ഇലക്ഷൻ നടക്കുക. ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ വയനാട്, പാലക്കാട്, ചേലക്കര ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ടോ? അവിടെ വർഗീയതയും അതോടൊപ്പം തന്നെ ഇവരുടെ അഴിമതിയും മാത്രമാണ്. കർഷകന്റെ പ്രശ്നമുണ്ടോ?
അവൻ്റെ കുടുംബത്തിൽ കഞ്ഞി കിട്ടുന്നതിനെ പറ്റി ഒരു ചിന്തിക്കുന്നുണ്ടോ? അരി കിട്ടുന്നതിനെ പറ്റി? അവൻ്റെ തേങ്ങയ്ക്കും വാഴക്കൊലയ്ക്കും അടയ്ക്കും റബ്ബറിന് വില കിട്ടുന്നതിനെ പറ്റി പറയുന്നുണ്ടോ? 300-350 കിട്ടുമെന്ന് പറഞ്ഞ് കയറിയവരെ പിന്നെ പാവഴിക്കാണെന്നില്ല. 50 രൂപയ്ക്ക് ഇവിടെ പെട്രോളും ഡീസലും ഒഴുക്കുമെന്ന് പറഞ്ഞ ആളുകളെ കണ്ടിട്ടില്ല. 100 കൊടുത്ത് അടിച്ചിട്ട് വേണമെങ്കിൽ ഓടിക്കോളാൻ പറയുന്ന ഒരവസ്ഥയിലേക്ക്. ഗ്യാസിന് 500 താഴെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1000-ന് മേലെയായി. മക്കളുടെ വിദ്യാഭ്യാസം, ഇവിടുത്തെ തൊഴിൽ. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് മാത്രം 1 ലക്ഷത്തോളം ഇന്ത്യക്കാരെ തിരിച്ചയച്ചു ഇങ്ങോട്ടേക്ക്, ഇന്ത്യയിലേക്ക്. അമേരിക്കയിൽ നിന്ന് 2 ഫ്ലൈറ്റ് 1000-ലധികം പേര് ഓൾറെഡി തിരിച്ചു വന്നു കഴിഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെന്ന പേരിൽ അവിടെ പോയി വിസ കഴിഞ്ഞവർ, പഠിക്കാൻ പോയവർ, വിസ കിട്ടാത്തവർ, ജോലി കിട്ടാത്തവരെ തിരിച്ചയച്ചു. ഇതൊന്നും ഇവിടെ ചർച്ചയല്ല. തൊഴിലില്ലായ്മ ചർച്ചയല്ല. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ പോകുന്നു. GDP റേറ്റ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ എണ്ണം കൂടുന്നു. എന്ന് പറഞ്ഞാൽ GDP കണക്കാക്കുന്ന ഇവരുടെ സമ്പത്തും കൂടെ കൂട്ടിയിട്ടായതുകൊണ്ട് ഒരു പരിധി വരെ കുറയാതെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ അതിദരിദ്രരുടെ എണ്ണം അതിഭീകരമായിട്ട് കൂടുന്നു. ഇവിടുത്തെ ദളിതന്റെ അവസ്ഥ എന്താ? ഇവിടുത്തെ ആദിവാസികളുടെ അവസ്ഥ എന്താ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താ? ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അടിസ്ഥാനപരമായി ഇവിടെ നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല ഇവർക്ക് ആവശ്യം. ഇവർക്ക് അമ്പലങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളുമാണ്. ഇവിടെ വഖഫിന്റെ ഭൂമി ഉണ്ടാക്കലാണ് മുസ്ലിംസിന്റെ താല്പര്യം. അമ്പലങ്ങൾ പണിതുയർത്തിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പൂജാരിയായി പോയി നിൽക്കുന്ന ദയനീയമായ അവസ്ഥ കാണേണ്ടി വരുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതിലേക്ക് ഓടുകയാണ്. പിന്നെയും ഇന്ന് ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കേരളം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അധ്വാനിച്ച ക്രൈസ്തവ സമൂഹത്തെ, മിഷണറിമാരെ, നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ LDFും UDFും NDAയും എല്ലാം ഒന്നിച്ച് മത്സരിക്കുന്ന ആ ഒരു ദയനീയമായ കാഴ്ച പോലും മനസ്സിലാക്കാൻ പറ്റാതെ ജനം പിന്നെയും പോയി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിലപ്പുറത്ത് ഞാൻ കാണുന്ന ഇതാ, ഈ വേദി പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇപ്പോഴും ഇസ്രായേൽ ജനം ആശ്രയിച്ചതുപോലെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ദൈവത്തിലുള്ള ആശ്രയം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും നമ്മൾ പോണത് NDA BJPയിലേക്ക് ആശ്രയത്വം പോവാണ്. അല്ല, ക്രൈസ്തവർക്ക് ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ആശ്രയിച്ചിട്ട് അതിൻ്റെ ഒരു ബെനഫിറ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മൾ ക്രൈസ്തവതയുടെ ഒരു ചരിത്രം തന്നെ പഠിക്കുമ്പോൾ രാഷ്ട്രീയ അധികാരികളിൽ നിന്ന് എപ്പോഴും തിരിച്ചടികളെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്നും മനസ്സിലാക്കാതെ ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ 95-ലെ നിയമം വരുമ്പോൾ നമ്മളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. അതെ, നമ്മുടെ നേതൃത്വങ്ങളും ആത്മീയ നേതൃത്വങ്ങളും നമ്മുടെ സമുദായ നേതൃത്വങ്ങളും ഒക്കെ അന്ന് കോൺഗ്രസിന്റെ പക്ഷം ചേർന്ന് നിന്നവരാ. നമ്മളതിനെ അനുകൂലിച്ചവരാ. കാരണം എന്താണെന്നറിയോ? നമ്മളിതിനെ അനുകൂലിക്കുമ്പോൾ ഇപ്പുറത്തൂടെ നമുക്ക് ചില എല്ലും കഷ്ണങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. നമുക്ക് എല്ലും കഷ്ണം കിട്ടുമ്പോൾ അവിടെ നല്ല ഒന്നാന്തരം ഇറച്ചിയാണ് സപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മളൊന്നും അവിടെ ചേർന്ന് നിന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് അവരുടെ ചില ദോഷങ്ങൾ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അവർക്ക്, അല്ലെങ്കിൽ അവർ നമുക്ക് പറ്റാത്തവരായി. ഇപ്പം നമ്മൾ പക്ഷെ വേറെ സ്ഥലത്ത് പക്ഷം ചേരുകയാണ്. അവിടെയും അവർ നമ്മുടെ കയ്യിലേക്ക് ചില എല്ലും കഷ്ണങ്ങൾ ഇട്ട് തരുന്നത്. എല്ലും കഷ്ണങ്ങൾ ഇട്ട് തരുമ്പോൾ അവർ മറുവശത്ത് നന്നായിട്ട് ഇറച്ചി സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. ഇതാണ് ഇന്ത്യയിലും കേരളത്തിലും ക്രൈസ്തവ സമൂഹം ഇന്നും രക്ഷപ്പെടാതെ നിൽക്കുന്നതിന്റെ പുറകെയുള്ള കാര്യം. മുൻപത്തെ ഇഷ്യൂ നമ്മൾ ചർച്ചാ വിഷയമാക്കുമ്പോൾ അത് ഒരു ഇസ്ലാമിക അജണ്ടയുണ്ടെന്ന് നമ്മൾ ഉറക്കെ പറയുമ്പോൾ അതിൻ്റെ പിറകിലൊരു സംഘപരിവാർ അജണ്ടയുണ്ടെന്ന് ഉറക്കെ പറയാൻ കൂടെ നമുക്ക് പറ്റണമെന്നുള്ളതാണ് വലിയ കാര്യം. അതായത് തെറ്റിനെ തെറ്റാണെന്നും, തെറ്റാണെന്നും, തിന്മയാണെന്നും, ചതിയാണെന്നും തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് ആർജവം ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ല എന്ന് ചിന്തക്കാരൻ ഞാൻ. നമ്മളിതിനെ മറച്ചു വെക്കാം. നമുക്കാരും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ കൂടെ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ച് വിട്ട എൻ്റെ ഭരണാധികാരികൾ എനിക്കെതിരെ തിരിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. പിന്നെ എൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ അല്ലേ? നമ്മുടെ ഓരോരുത്തരും. എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. അപ്പം എൻ്റെ ജനത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞാനത് ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല പിന്നെ ആര് ചെയ്യും? മുൻപത്തെ വിഷയങ്ങൾ കുറെ കൂടി വൈകാരികമായിട്ട് അവിശേഷിക്കുകയാണ്. അവിടുത്തെ സമരം എവിടം വരെ എത്തും? അതുകൊണ്ട് എന്ത് പരിഹാരം ഉണ്ടാകുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഞാൻ ആ കാര്യത്തിൽ സിജോ, ഞാൻ അല്പം വേദനയുള്ള ഒരാളാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സമരം കൊണ്ട് ശരിയാണ്, നമുക്ക് അല്പം സ്വല്പം വൈകാരികമായിട്ട് എല്ലാ ജനത്തിൻ്റെ മുമ്പിലേക്ക് മുൻപം വിഷയത്തെ എത്തിക്കാൻ വേണ്ടി പറ്റി. അതിന് വിജയിച്ചു.
കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. നാഷണൽ മീഡിയാസ്, ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ ചർച്ച ചെയ്യുന്നു. ആ കാര്യത്തിലൊരു വലിയ വിജയം നമുക്ക് നേടിയിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഞാനിതിനെ ഒരു കാട്ടുമൃഗത്തോട് ഉപമിക്കാം. നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കാട്ടുപന്നി ഇറങ്ങും. അപ്പോൾ ഈ കാട്ടുപന്നി വന്ന് ചേനയും കപ്പയും വാഴയെല്ലാം കുത്തി മറിച്ചിട്ട് പോയി. രാവിലെ ഏത്തവാഴയെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന കണ്ടിട്ടായിരിക്കും ചേട്ടൻ ചെല്ലുന്നത്. ചങ്ക് പൊളിയും. അദ്ദേഹത്തിന് അറിയാം ഇവൻ വന്ന് തോട്ടം കണ്ടിട്ട് പോയി, ഇന്നും വരുമെന്നറിയാം. അപ്പോൾ അന്ന് തന്നെ ഇവൻ വരാതിരിക്കാനുള്ള ഒരു വഴി വേലി കെട്ടുവോ, എർത്ത് കെടുക്കുവോ, കുടുക്കിടുവോ, എന്തെങ്കിലും ഇനിയൊന്നുമില്ല കാവലിരിക്കാനെങ്കിലുമുള്ള ഒരു ശ്രമം നടത്തും. ഇനി ഏതെങ്കിലും ഒരുത്തൻ ഉള്ളിൽ വന്ന് പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവനെ പുറത്ത് ചാടിക്കാനും ഈ ചേട്ടന്മാർക്കറിയാം. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? മുനമ്പത്ത് ഇങ്ങനെ വന്ന് കുത്തിമറിച്ച് കിടക്കുന്ന ഒരു പന്നി പറമ്പിലുണ്ട്. നമ്മളിവിടെ സമരപ്പന്തൽ എന്നിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവൻ എവിടുന്ന് വന്നു, ഇവൻ്റെ തന്ത ആരാണ്, ഇവൻ്റെ തള്ള ആരാണ്, ഇവനെ ആരെങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ഇവൻ ഏത് കാലഘട്ടത്തിൽ എങ്ങനെയുന്ന ഉണ്ടായതാണ്, ഏത് വംശത്തിൽപ്പെട്ടതാണ്, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ വന്ന സാധനത്തിനെ പുറത്ത് പുകച്ച് ചാടിക്കുന്നതിനോ ഇനി നാളെയും വരാനുള്ള സാധനത്തിന് ഉള്ളിലേക്ക് കയറി ആക്രമിക്കാൻ വരാതിരിക്കാനുള്ള ഒരു വഴി കോട്ട കെട്ടാനും പ്രതിരോധം തീർക്കാനും നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശത്രു എവിടെ നിൽക്കുന്നു? ശത്രു ഉള്ളിൽ തന്നെ നിൽക്കുന്നു. അങ്ങ് പറഞ്ഞു വരുന്ന ഈ സമരം ലക്ഷ്യം കാണത്തില്ല എന്നാണ്. ലക്ഷ്യം കാണണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഞാൻ ഇതിനകത്ത് കാണുന്ന 3 സൊല്യൂഷൻ. ഒന്ന് സൊല്യൂഷനുള്ള വഴികളാട്ടോ ഞാൻ പറയുന്നത്. ഒന്ന്, പാർലമെന്റിൽ BJP ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട്, ഇപ്പോൾ NDA സർക്കാരാണല്ലോ BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ ആയതുകൊണ്ട് BJP ഈ ശീതകാല സമ്മേളനം വരികയാണ്. ശീതകാല സമ്മേളനം ഡിക്ലെയർ ചെയ്തു വരാൻ പോകുന്നു. ശീതകാല സമ്മേളനത്തിൽ ഇന്ത്യയിലെ 8 ലക്ഷത്തിലധികം പ്രോപ്പർട്ടികളിൽ താമസിക്കുന്ന ജനങ്ങളെയും ഇനി 40,000-ത്തിലധികം കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഈ നിയമം, ഒരു പുതിയ നിയമം ഉണ്ടാക്കി ഈ പഴയ നിയമത്തെ വേരോടെ പറിച്ചു കളയും. ഏറ്റവും എളുപ്പം അതാ, ഉറപ്പായിട്ട് നടക്കും. രണ്ടാമത്തത്, ഇനി അത് പറ്റുന്നില്ലേ, ഇതിനെ അടിസ്ഥാനപരമായിട്ട് സുപ്രീം കോടതിയിലാണ് നേരിടുന്നത്. ഈ നിയമത്തിന്റെ സാധുതയെ, ഇതിന്റെ കാടത്തത്തെ, ഈ മത നിയമത്തെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ന്യൂനപക്ഷ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ആർട്ടിക്കിൾ അറിയാലോ, 25 to 30 കിടപ്പുണ്ട്. ഇതിനകത്തെല്ലാം ഈ പ്രത്യേകിച്ചും നമ്മുടെ മൈനോറിറ്റി ആക്ടിലൂടെ ഒരു പ്രൊവിഷൻ അവിടെ കിടപ്പുണ്ട്. ആ പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലേതെങ്കിലും ഒരു ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും നിയമം നിർമ്മാണത്തിലൂടെ അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ആ പ്രൊവിഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരുടെ പിന്നോക്കാവസ്ഥയാണ്, അവരുടെ സ്വത്താണ്, അവരുടെ ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല, കഞ്ഞിതായോ കാലിതായോ എന്ന് പറഞ്ഞിട്ട് കൈയില്ല കാലില്ല എന്ന് പറഞ്ഞ് ഭിക്ഷക്കാർ കാലുന്ന പോലെ കാറി കഴിയുമ്പോൾ ഉള്ള നിയമങ്ങളാണ്. ആ നിയമം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ നിയമനിർമ്മാണത്തിന്റെ സാധുതകൾ വരുന്ന സാധനങ്ങളെ മുഴുവൻ പറിച്ചു കളയുക. അത്തരം നിയമങ്ങളിലേക്ക് വരുന്ന അതിന് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റ് ആ സാധനം ഇല്ലാതൊക്കെ. 2, അതിനെയൊക്കെ സാധുതകളെ ചോദ്യം ചെയ്യുക കോടതിയിൽ. കാരണം ഒരു മതത്തിന് വേണ്ടി മാത്രമാണ് ഈ നിയമങ്ങളെല്ലാം നിൽക്കുന്നത്. അതും നമ്മുടെ നികുതി പണം കൂടെ അതിന്റെ നടത്തിപ്പിന് ഉപയോഗിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വിലക്കുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 27 വിലക്കുന്നുണ്ട്. പക്ഷേ അവിടെയും പറയുന്നത് അത് അപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ആക്ടിനകത്ത് പറയുന്ന കാര്യം എന്താ? മൈനോറിറ്റി ആക്ടിനകത്ത് പറയുന്നുണ്ട് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേക സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പ്രൊവിഷനുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇത് അടങ്ങടക്കും. മനസ്സിലായോ? അപ്പൊ അതിനെ ചോദ്യം ചെയ്യണം. 2, അതിനെ ചോദ്യം ഒരു ദീർഘമായ ബാബറി മസ്ജിദ് കേസൊക്കെ പോലെ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ലോകത്തുള്ള സകല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും വന്ന് അതിനകത്ത് കക്ഷി ചേർന്ന് സപ്പോർട്ട് ചെയ്യും. ശക്തനായ ഒരു പരാതിക്കാരൻ ഉണ്ടായി തൻ്റെ ഇടത്തോടെ നിൽക്കുകയാണെങ്കിൽ 100% വിജയം വരിക്കാൻ പറ്റും. 3, മുനമ്പൻ ജനതയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും രക്ഷ കിട്ടണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെ, അത് പാർലമെന്റ് ആയിക്കോട്ടെ അസംബ്ലി ആയിക്കോട്ടെ, പരസ്യമായിട്ട് തടയുക. അനിശ്ചിത കാലത്തേക്ക് അനങ്ങാൻ വിടാതിരിക്കുക.
അതിന് പറ്റുന്ന രീതിയിൽ ശക്തമായ സമരം നടത്തണം. അതെങ്ങനെ അവരെ തടയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഈ ഒരു വിഷയം തീർത്തിട്ടേ അവർക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റൂ. പണ്ട് വിദ്യാഭ്യാസ സമരമൊക്കെ വന്ന സമയത്തൊക്കെ ഈ SFIക്കാരും KSUക്കാരും ഒക്കെ എടുത്ത നിലപാടുകളുണ്ട്. ഞാൻ പറഞ്ഞ അക്രമ സമരത്തെ അല്ല ഞാൻ പറഞ്ഞത്. സുവിശേഷാനുസൃതമായ ഗാന്ധിജി മോഡൽ എന്താണ് അഹിംസ രീതിയിലുള്ള വളരെ മനോഹരമായ ശാന്തമായ സമരം. ഇവർക്ക് ഈ ഒരു വിഷയം, മുഖ്യമന്ത്രിക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ സമയമില്ല, വഖഫ് മന്ത്രിക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ സമയമില്ല. ഇതൊരു ഈ വിഷയം ഒരു മുസ്ലിംസിനെ ബാധിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മരണപ്പെട്ടവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഒരു ബോട്ട് ദുരന്തം ആ മലപ്പുറത്തുണ്ടായി കഴിഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ പോയിട്ട് നിന്ന് 10 ലക്ഷം രൂപ വരെ ഉല്ലാസത്തിന് പോയതാണ്. കൂത്ത് കളിച്ച് വയറുനട്ടം ബിരിയാണിയും കഴിച്ചിട്ട് ഉല്ലാസത്തിന് പോയൊരു വേദനയുണ്ട് പറയുമ്പോൾ. എന്നാലും ഞാൻ പറയാം, 10 ലക്ഷം രൂപ അവിടെ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ ആ സർക്കാരിന് മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന വഖഫ് മന്ത്രിക്കും ഈ മുനമ്പത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി, ആ സമരക്കാരുടെ അടുത്ത് പോയി അവരൊന്ന് അഭിസംബോധന ചെയ്യാൻ, അവരൊന്ന് കാണാൻ എന്താ പറ്റാത്തത്? ഇങ്ങേര് പാകിസ്ഥാനിലെ മുഖ്യമന്ത്രി അല്ലല്ലോ, അഫ്ഗാനിസ്ഥാന്റെ മുഖ്യമന്ത്രി അല്ലല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അല്ലല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? എന്താ പറ്റാതെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ തടയണം. അത് പറയാൻ കാരണം ഒന്നിച്ചാണ് ഇവര് പ്രമേയം പാസ്സാക്കിയത്. അതെ, ഇടത് വലത് വ്യത്യാസമില്ല. ഒരാൾ പോലും ആബ്സെന്റ് ആവാതെ എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രമേയം പാസ്സാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതിനെ ചിലപ്പോൾ വൈകാരികമായിട്ടോ ഒരു വേറെ എന്തെങ്കിലും കലാപമായിട്ടോ ഒക്കെ തോന്നായിരിക്കും. പക്ഷെ നമുക്ക് കലാപമൊന്നുമല്ല, അല്പം വൈകാരികമാകേണ്ടി വരും. കാരണം ജനം തടയുക, അതിനുള്ള ഒരു ആർജവത്വം എല്ലാവരും കാണിക്കണം. എന്ന് പറഞ്ഞ് ഇനി ഭൂമി പോകാൻ തളിപ്പറമ്പുകാരുണ്ട്, മുരുമ്പക്കാർക്ക് പൊക്കോണ്ടിരിക്കുന്നു, എറണാകുളത്ത് വേറെയുണ്ട്, ഇനിയിപ്പോൾ എവിടെയൊക്കെ പൊങ്ങുന്നുള്ള അറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ മുസൽമാന്റെ ഭൂമികൾ ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടു. വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത് പതിയെ കുടിയൊഴിപ്പിക്കത്തുള്ളൂ. അല്ല, പതിയെ കുടിയൊഴിപ്പിക്കുന്നത് മാത്രമല്ല, ബാക്കിയുള്ള ഭൂമികൾ ഞങ്ങൾ ഇതേപോലെ പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ബാക്കിയുള്ള ഭൂമി ഇവിടെ ഈ മുസ്ലിം സമൂഹത്തിന് ഇതിനകത്തൊരു അപകടമുണ്ട്, അവർ തിരിച്ചറിയുന്നില്ല. എന്താണെന്നറിയോ? ഇതേ നിയമം അവർക്ക് ബാധക, മനസ്സിലായോ? അവരും ഇതുപോലുള്ള ഭൂമികളിൽ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോണം. ഇനി അതിലുപരി ഏതെങ്കിലും ഒരു മുസൽമാന്റെ ഭൂമി ഇനി ഇവിടെ ഒരു അക്രൈസ്തവ അമുസ്ലിം വാങ്ങുമോ? വാങ്ങത്തില്ല. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട. പണ്ട് കൂട്ടുകുടുംബ സ്വത്തുകൾ, ഹിന്ദു നായന്മാരുടെ കൂട്ടുകുടുംബ സ്വത്തുക്കളൊക്കെ വാങ്ങാൻ ഇച്ചിരി ഭയപ്പെടുമായിരുന്നു. കാരണം മരുമക്കത്തായി നിൽക്കുന്നു, അത് നിൽക്കുന്നു, ഇത് നിൽക്കുന്നു. ചിലപ്പോൾ നടത്തിയ ഒരു 10-20 വർഷം കഴിയുമ്പോഴായിരിക്കും കേസും പുലിവാലുമായിട്ട് വരുന്നത്. എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 1902 വസ്തുവിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോ, ഏതെങ്കിലും ഒരു മുസൽമാന്റെ ഭൂമി ആരെങ്കിലും വാങ്ങാൻ തയ്യാറാവും? അതിലുപരി ഇവരുടെ ഏതെങ്കിലും ആവശ്യത്തിന് ഒരു സ്ഥലം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവുമോ? ഒരു കോളേജിൽ നിസ്കരിക്കാൻ, സ്കൂളിൽ നിസ്കരിക്കാൻ, അവരുടെ മൗലികമായ അവകാശങ്ങളെ അവർ തന്നെ ഖണ്ഡിച്ചു പോകുന്ന അതിഭീകരമായ അവസ്ഥയുണ്ട്. കാരണം ഇത് നാളെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക, ഇസ്ലാമിക തീവ്രവാദികളുടെ അന്തമില്ലാത്ത ഈ പോക്ക് നശിപ്പിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തെ തന്നെയായിരിക്കും. ഉത്തരങ്ങൾ വളരെ കൃത്യമാണ് ബ്രദർ ജസ്റ്റിൻ. നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. വഖഫ് എന്താണ്, വഖഫിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ അജണ്ട എന്താണ്, അതിൽ സംഘപരിവാർ കളിക്കുന്ന ഒരു രാഷ്ട്രീയം എന്താണ്, അതാരും ചർച്ച ചെയ്യുന്നില്ല. അത് ഞങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ ലീഗും കോൺഗ്രസും LDF ഒക്കെ ഉയർത്തുന്ന നിലപാട് എന്താണ്, എന്താണ് ഇതിനൊരു പരിഹാരം, മുനമ്പത്തെ ജനതയുടെ കണ്ണുനീര് എങ്ങനെ ഒപ്പിയെടുക്കാം, ഇത് ഭരണഘടന അനുസൃതമായി ശരിക്കും പറഞ്ഞാൽ മൗലിക അവകാശ ലംഘനമാണ്. നമ്മൾ ക്രൈസ്തവരെന്ന് വിടുക, മനുഷ്യൻ എന്ന നിലയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് അതിനുമേലുള്ള കടന്നുകയറ്റമാണ്. ഇതിനെ വഖഫ് അധിനിവേശമെന്നും വഖഫ് ജിഹാദ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു വെക്കേണ്ടതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.